നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ, നമ്മുടെ 2 ചാപ്റ്റർ കഴിഞ്ഞു. ആനിമൽ കിങ്ഡവും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ എഴുതുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ ലിവിങ് വേൾഡും 2 ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്തത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ പഠിച്ചതാണ്. അതായത് ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് സർട്ടൺ ക്യാരക്ടേഴ്സ്. അതിലെ ഫസ്റ്റ് ക്രൈറ്റീരിയ പറഞ്ഞത് ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ആ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓരോ ഓർഗാനിസത്തിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഹയർ ലെവൽ ചാപ്റ്ററാണ് ഇപ്പോൾ പഠിക്കാനുള്ളത്. അതാണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. നമ്മൾ ഫസ്റ്റ് ലെവൽ പഠിച്ചത് ഏറ്റവും ബേസിക് ലെവലാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ സെൽസ് ആണ്, സിമ്പിൾ അഗ്രിഗേറ്റ് ഓഫ് സെൽസ്, അതാണ് ഓർഗാനിസം. എക്സാമ്പിൾ പോറിഫെറ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് ടിഷ്യൂസ്. ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് എലോങ് വിത്ത് ദ ഇൻറ്റർ സെല്ലുലാർ മാട്രിക്സ്. അതായത് സെൽസും അതിൻ്റെ കൂടെ അതിനോട് ചുറ്റുമുള്ള ആ സെൽസിൻ്റെ ഇടയിലുള്ള ഇൻറ്റർ സെല്ലുലാർ മാട്രിക്സും കൂടി വരുന്ന ആ സെൽസ് വിച്ച് പെർഫോം എ സിമിലർ ഫങ്ഷൻ. Group of cells which have similar origin and perform similar function are called tissue. ഒരു ഗ്രൂപ്പ് സെൽസ് ആണ്. ആ സെൽസ് എന്ത് ചെയ്യും? അവർക്ക് ഒരേ ഒറിജിൻ ആയിരിക്കും. അവരെവിടുന്ന് ഒറിജിൻ ചെയ്ത് വന്നു, എക്ടോഡം, എൻഡോഡം, മീസോഡമൽ ഒറിജിൻ, ആ ഒറിജിൻ സെയിം ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഫങ്ഷനും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് സെൽസിന് പറയുന്ന പേരാണ് ടിഷ്യൂ എന്ന്. അപ്പോൾ ടിഷ്യൂവിനെ നമ്മൾ ജനറലി ക്ലാസിഫൈ ചെയ്ത് ഈ നോട്ട് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ നോട്ടിൽ അത്യാവശ്യം എല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ നോട്ട് ഫോളോ ചെയ്യുന്നത്. ടിഷ്യൂസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 4. ടിഷ്യൂസ് സാധാരണഗതിയിൽ 4 തിരിക്കുന്നത്. ഏതൊക്കെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, ന്യൂറൽ ടിഷ്യൂ. ഇതാണ് നമ്മുടെ 4 ടൈപ്സ് ഓഫ് ടിഷ്യൂസ്. മേജർ ബ്രോഡ്ലി ക്ലാസിഫിക്കേഷനാണ്. അതിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ, ഫസ്റ്റ് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂ എവിടെയായിരിക്കും കാണുക? എപ്പിത്തീലിയം എന്ന വാക്ക് കേട്ടാൽ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് എന്തിൻ്റെയെങ്കിലുമൊക്കെ സർഫസ്, അതിനെയാണ് എപ്പിത്തീലിയം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർഫസ് എന്ന് പറയും. ഒരു എന്തിനെയോ എല്ലാത്തിനെയും കവർ ചെയ്യുന്ന, അങ്ങനെയാണ് എപ്പിത്തീലിയം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരിക. എപ്പിത്തീലിയൽ ടിഷ്യൂ, ദ ടിഷ്യൂ ദാറ്റ് ഹാസ് എ ഫ്രീ സർഫസ്. അത് എവിടെയെങ്കിലും ഒരു സർഫസിനെ കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ അതിനൊരു ഫ്രീ സർഫസ് ഉണ്ടാവും. കണ്ടോ, ഇതൊരു എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ഇതിനിവിടെ ഒരു ഫ്രീ സർഫസ് കണ്ടോ? ഇതാണ് ഫ്രീ സർഫസ് എന്ന് പറയുന്നത്. ഫ്രീ സർഫസ് വിച്ച് ഫേസസ് എയ്തർ എ ബോഡി ഫ്ലൂയിഡ് ഓർ ഔട്ട്സൈഡ് ദ എൻവയോൺമെൻറ്റ്. ബോഡി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റൊമക്ക് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗനാണ്. ആ സ്റ്റൊമക്കിൻ്റെ വാൾസില്ലേ, എന്താ ഇങ്ങനെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വരികയാണ്, ഇങ്ങനെ അതേ സ്റ്റൊമക്കൊക്കെ വരികയാണ്. അപ്പോൾ ഈ സ്റ്റൊമക്കിൻ്റെയൊക്കെ ഈ വാളില്ലേ, ഈ വാളിനെ ലൈൻ ചെയ്തുള്ള ടിഷ്യൂസ്, ഈ ടിഷ്യൂ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അപ്പോൾ ഈ ടിഷ്യൂ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? ബോഡി ഫ്ലൂയിഡ് എങ്ങോട്ടാണ്? നമ്മുടെ ബ്ലഡ് എന്ന് പറയണ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതിനെ ഫേസ് ചെയ്ത് ഇതിനെ കവർ ചെയ്യുന്ന, അതിൻ്റെ വാൾസ് കവർ ചെയ്യുന്ന ടിഷ്യൂ. അതല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ എൻവയോൺമെൻറ്റ്. ഔട്ട്സൈഡ് ദ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും ഉണ്ടാവുക? നമ്മുടെ സ്കിൻ. ഔട്ട്സൈഡ് ദ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. സ്കിന്നിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെരാറ്റിനൈസ്ഡ് ആയിരിക്കും. അതായത് ഔട്ട്സൈഡ് ദ ബോഡി ദ എപ്പിത്തീലിയൽ ടിഷ്യൂസ് വിൽ ബി കെരാറ്റിനൈസ്ഡ്, വൈൽ ഇൻസൈഡ് ദ ബോഡി ഇറ്റ് വിൽ നോട്ട് ബി കെരാറ്റിനൈസ്ഡ്. അതിന് കെരാറ്റിനൈസ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് പുറത്ത് ഇപ്പോൾ ആ സെൽസ് വേറെ സെൽസുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഒക്കെ വരുന്ന, നമ്മുടെ സ്കിൻ സെൽസൊക്കെ അങ്ങനെയല്ലേ, ഒരു ഫ്രിക്ഷനൊക്കെ വരുന്ന അങ്ങനത്തെ സർഫസിൽ കെരാറ്റിനൈസ്ഡ് ആയിരിക്കും. ഇൻറ്റേർണൽ ഓർഗൻസിനെ ലൈൻ ചെയ്തിരിക്കുന്ന, ഔട്ടർ അവരുടെ കവറിങ്ങിനെ ലൈൻ ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂ ആണെങ്കിലും അതാണ് പറയുന്നത് ഫേസസ് ബോഡി ഫ്ലൂയിഡ് എന്ന്. പക്ഷേ അവിടെ കെരാറ്റിനൈസ്ഡ് ആയിരിക്കില്ല, അവിടെ സ്മൂത്ത് സർഫസ് ആയിരിക്കും. പിന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂസ് പ്രൊവൈഡ് എ കവറിങ് ഓർ ലൈനിങ് ഫോർ സം പാർട്ട് ഓഫ് ദ ബോഡി. കണ്ടോ, ഒരു കവറിങ് ഓർ ലൈനിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ദ സെൽസ് ആർ കോമ്പാക്ട്ലി പാക്ഡ് വിത്ത് ലിറ്റിൽ ഇൻറ്റർ സെല്ലുലാർ മാട്രിക്സ്. അതായത് കോമ്പാക്ട്ലി പാക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെല്ല് ഇങ്ങനെ ഇരിക്കുന്നു, അടുത്ത സെല്ലിൽ ഇങ്ങനെ ഇരിക്കുന്നു, അടുത്ത സെല്ല് ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ. അതായത് ടൈറ്റ്ലി ലിങ്ക്ഡ് ആണ്. ആ സെല്ലിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇല്ല. വേറെ ചില സെൽസ് ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ടാവും. അപ്പോൾ അത് ലൂസ്ലി പാക്ഡ് ആണ്, അത് ടൈറ്റ്ലി പാക്ഡ് ആണ്. അപ്പോൾ ഇൻറ്റർസെല്ലാർ, അതായത് സെല്ലിൻ്റെ ഇടയ്ക്കുള്ള ആ ഇൻറ്റർസെല്ലാർ മാട്രിക്സ് എന്ന് പറയുന്ന സാധനം വളരെ കുറവാണെന്നെങ്കിൽ നില്ലാണ്.
അതാണ് പറയുന്നത് ദേ ആർ കോമ്പാക്ട്ലി പാക്ഡ്. ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ലെയേഴ്സ് ദീസ് എപ്പിത്തീലിയൽ ടിഷ്യൂ ആർ ഓഫ് 2 ടൈപ്സ്. ഇനി ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിക്കാം. എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ നമ്പർ ഓഫ് ലെയേഴ്സ് വെച്ചിട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഗ്രൂപ്പ് ഓഫ് സെൽസ് that perform a similar function and that have a similar origin are called tissue. ടിഷ്യൂസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് കവേഴ്സ് സംതിങ്, അതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ട്സ് ആസ് എ കണക്റ്റീവ് ലിങ്ക്, ഒരു കണക്ഷൻ കൊടുക്കുന്നതാണ്. മസ്കുലർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മസിൽസ് മേഡപ്പ് ഓഫ് ടിഷ്യൂസ്. ന്യൂറൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്ന ടിഷ്യൂ, അതാണ് ന്യൂറൽ ടിഷ്യൂ. ഫസ്റ്റ് വൺ ഈസ് എപ്പിത്തീലിയൽ ടിഷ്യൂ. അതിനൊരു ഫ്രീ സർഫസ് ഉണ്ടാവും, അതുപോലെ അതിനൊരു ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഉണ്ടാവും. അപ്പോൾ ഇതാ ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ നോക്കിയേ, ഇവിടെ കണ്ടോ സ്ക്വാമസ് എപ്പിത്തീലിയമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ സ്ക്വാമസ് എപ്പിത്തീലിയം ശരിക്കും ഇതുപോലെ ഒരു ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഉണ്ടാവും. ആ ബേസ്മെൻറ്റ് മെംബ്രെയിനിലാണ് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ അടുക്കി വെച്ചിരിക്കുന്നത്. അത് അടുക്കി വയ്ക്കാൻ പറഞ്ഞാൽ കോമ്പാക്ട്ലി പാക്ഡ് ആണ് വിത്ത് നോ ഇൻറ്റർസെല്ലുലാർ സ്പേസ്. അത് സാധാരണ കവറിങ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി അതിൻ്റെ നമ്പർ ഓഫ് ലെയേഴ്സ് അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, സിമ്പിൾ എപ്പിത്തീലിയവും കോമ്പൗണ്ട് എപ്പിത്തീലിയവും. ഇതാ വീണ്ടും ഈ ഡയഗ്രം തന്നെ നോക്കിയേ. ഈ ഡയഗ്രത്തിൽ കാണുന്നത് നിങ്ങൾക്ക് സിമ്പിൾ എപ്പിത്തീലിയമാണോ കോമ്പൗണ്ട് ആയിരിക്കുമോ കാണാൻ പറ്റുക? ഇവിടെ ലെയർ ഓഫ് സെൽസ് ഒരെണ്ണല്ലേ ഉള്ളൂ, സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണ്. അപ്പോൾ അത് മിക്കവാറും എന്തായിരിക്കും? സിമ്പിൾ എപ്പിത്തീലിയം. കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ലെയർഡ് ആയിരിക്കും. അതായത് ഈ സെൽസ് തന്നെ പല ലെയേഴ്സായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. അതാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. സിമ്പിൾ എപ്പിത്തീലിയം ഇസ് കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ഇറ്റ് ഫങ്ഷൻസ് ആസ് എ ലൈനിങ് ഫോർ ബോഡി ക്യാവിറ്റീസ്, ഡക്ട്സ് ആൻഡ് ട്യൂബ്സ്. നമ്മുടെ ശരീരത്തിലെ ബോഡി ക്യാവിറ്റി അത് നമുക്കറിയാം. അതുപോലെ ഡക്ട്സ് ഇല്ലേ, ഇപ്പോൾ യൂറിനറി ഡക്റ്റ് അങ്ങനത്തെ ഒക്കെ. അതുപോലെ ട്യൂബ്സ്, ഡക്റ്റുകൾ ട്യൂബുകളൊക്കെ ഇല്ലേ, അതിനെയൊക്കെ കവർ ചെയ്തതാണ് എന്ത് പറയുന്നത്? സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഈ ഡക്റ്റിലും ട്യൂബിലും കൂടെ ഇപ്പോൾ ബൊമാൻസ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ കേട്ടിട്ടില്ലേ, നെഫ്രോണിൻ്റെ പാർട്സാണ്. അവിടെയൊക്കെ കാണുന്നത് സിമ്പിൾ എപ്പിത്തീലിയം ആയിരിക്കും. അതുപോലെ നമ്മുടെ ബ്രോങ്കൈ ട്യൂബില്ലേ, നമ്മുടെ എയർ പാസേജ്, എയർ ട്യൂബ്സ്, അവിടെയൊക്കെ കാണുന്നത് സിമ്പിൾ എപ്പിത്തീലിയം ആയിരിക്കും. അതിൻ്റെ ഫങ്ഷൻ എന്താ? അവരുടെയൊക്കെ ഗേഷ്യസ് എക്സ്ചേഞ്ച് ത്രൂ ഡിഫ്യൂഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ നെഫ്രോണിൽ നിന്നാണെങ്കിൽ ചില സാധനങ്ങൾ റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, അങ്ങനെ കുറേ സെക്രീഷൻ, അങ്ങനെയൊക്കെ കുറേ ഫങ്ഷൻ നടക്കേണ്ടതുകൊണ്ട് ആ ഭാഗങ്ങളിൽ സിംഗിൾ ലെയർ ഓഫ് സെൽസേ വേണ്ടി വരുള്ളൂ. അവിടെ മൾട്ടി ലെയർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഡിഫ്യൂഷൻ നടക്കാൻ അത്രയും ലെയർ സെൽസിനെ പാസ് ചെയ്യണ്ടേ. അപ്പോൾ ഒരു ലെയർ സെൽസ് ആണെങ്കിൽ അത്രയും കുറച്ചും കൂടി എളുപ്പത്തിൽ ഡിഫ്യൂഷനൊക്കെ നടക്കും. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് സാധാരണഗതിയിൽ സിമ്പിൾ എപ്പിത്തീലിയൽ സെൽസ് കാണുന്നത്. ഇറ്റ് ഫങ്ഷൻസ് ആസ് എ ലൈനിങ് ഫോർ ബോഡി ക്യാവിറ്റീസ്, ഡക്ട്സ് ആൻഡ് ട്യൂബ്സ്. ദെൻ on the basis of structural modification of the cells, this simple epithelium is further divided into 3 types. അതായത് ഈ സിമ്പിൾ എപ്പിത്തീലിയത്തിൻ്റെ ഓരോ സെൽസിൻ്റെയും സ്ട്രക്ചർ അനുസരിച്ച് സിമ്പിൾ എപ്പിത്തീലിയം പിന്നെ എന്തായിട്ട് തിരിച്ചിട്ടുണ്ട്? ഫർദറായിട്ട് പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായോ? അതായത് ആദ്യം നോക്കിയേ, ആനിമൽ ടിഷ്യൂസിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്: എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. അതിൽ ഫസ്റ്റ് വൺ ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ലെയേഴ്സ്, എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ബേസ് ഓഫ് നമ്പർ ഓഫ് ലെയേഴ്സ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. ദെൻ ഇനി സിമ്പിൾ എപ്പിത്തീലിയമാണ് പറയുന്നത്. സിമ്പിൾ എപ്പിത്തീലിയത്തിനെ ആ സെൽസിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് 3ആയി തിരിച്ചിരിക്കുന്നു. ആരൊക്കെയാ? സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളംനാർ എപ്പിത്തീലിയം. ഇനി ഇപ്പോൾ നാച്ചുറലി എന്തായിരിക്കും? ഇനി ആ ഡിവിഷനിലെ ഫസ്റ്റ് വൺ സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ക്വാമസ് എപ്പിത്തീലിയം കണ്ടാൽ തന്നെ, നമുക്ക് ഡയഗ്രാം കണ്ടാൽ തന്നെ അറിയാം, ഫ്ലാറ്റൻ സെൽസ് ആണ് അല്ലേ, ഒരു സിംഗിൾ ലെയർ ആണ് അല്ലേ, കാരണം അത് സിമ്പിൾ എപ്പിത്തീലിയമാണ്, ഒരു സിംഗിൾ ലെയറേ ഉള്ളൂ, ഫ്ലാറ്റൻ സെൽസ് ആണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് കാണാം ഫ്ലാറ്റൻ സെൽസിനെയാണ് നിങ്ങൾ കാണുന്നത്, ഫ്ലാറ്റൻ സെൽസ് ആണ് ഈ കാണുന്നത്. അതുപോലെ ദേ ആർ ഫൗണ്ട് ഇൻ ദ വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് എയർ സാക്സ് ഓഫ് ലങ്സ്. ബ്ലഡ് വെസൽസ് എന്താണെന്നറിയാം, ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ട്യൂബ്സ്.
ബ്ലഡ് വെസൽസിൻ്റെയും അതുപോലെ എയർ സാക്സ്, ലങ്സ്, ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ചെറിയ ചെറിയ സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സാണ്. ഒരു ബണ്ടിൽ ഓഫ് സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണും. അതിനെയാണ് നമ്മൾ ആൽവിയോളൈ എന്ന് പറയുന്നത്. ആ ആൽവിയോളൈൻ്റെ വാൾസിനെയും അതുപോലെ ബ്ലഡ് വെസൽസിൻ്റെ വാൾസിനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. ഓക്കെ, ദെൻ ദേ ആർ ഇൻവോൾവ് ഇൻ ദ ഫങ്ഷൻ ഓഫ് ഡിഫ്യൂഷൻ. അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, സിമ്പിൾ എപ്പിത്തീലിയം ആണെങ്കിൽ സാധാരണഗതിയിൽ ഡിഫ്യൂഷൻ ആയിരിക്കും അതിൻ്റെ മെയിൻ ഫങ്ഷൻ. അതേസമയം കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിലൂടെ ഡിഫ്യൂഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം മൾട്ടി ലെയർഡ് അല്ലേ. അപ്പോൾ സ്ക്വാമസ് എപ്പിത്തീലിയം ഫ്ലാറ്റൻ സെൽസ് ആണ്. അതിൻ്റെ ബൗണ്ടറീസ് ഇറഗുലർ ആണ്. നോക്കിയേ, അതിൻ്റെ ബൗണ്ടറീസ് ഒരു കൃത്യം സെൽസ് ഇതുപോലെ ഒരു കൃത്യം ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇറഗുലർ ബൗണ്ടറീസ് ആണ്, എന്നാലും ടൈറ്റ്ലി പാക്ഡ് ആണ്. അതുപോലെ തന്നെ ദേ ആർ ഫൗണ്ട് ഇൻ സ്ക്വാമസ് എപ്പിത്തീലിയം ആർ ഫൗണ്ട് മെയിൻലി ഇൻ ദ വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് എയർ സാക്സ്. എയർ സാക്സിൻ്റെ പേരാണ് ആൽവിയോളൈ. ആൽവിയോളയും കവർ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന സെൽസ് ആണ്. ദേ ആർ ഇൻവോൾവ് ഇൻ ഫങ്ഷൻസ് ലൈക്ക് ഫോമിങ് എ ഡിഫ്യൂഷൻ ബൗണ്ടറി. മെയിനായിട്ട് അതിൻ്റെ അവരുടെ ഫങ്ഷൻ ഡിഫ്യൂഷൻ ബൗണ്ടറി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആരുടെ ഭാഗം തന്നെയാണ്? നമ്മുടെ സിമ്പിൾ എപ്പിത്തീലിയത്തിൻ്റെ രണ്ടാമത്തെ ഡിവിഷനാണ്. അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ക്യൂബ് ലൈക്ക് സെല്ലാണല്ലേ. നോക്കിയേ, ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസേ ഉള്ളൂ, താഴെ ബേസ്മെൻറ്റ് മെമ്പറൈൻ ഉണ്ട് കേട്ടോ. ഈ എപ്പിത്തീലിയത്തിന് എല്ലാത്തിനും ബേസ്മെൻറ്റ് മെമ്പറൈൻ ഉണ്ട്. അവിടെ അടുക്കിയിരിക്കുന്നത് ക്യൂബ് ലൈക്ക് സെൽസ് ആണ്. അതെന്നാണ് അതിൻ്റെ പ്രത്യേകത. Cube-like cells. This is commonly found in the ducts of glands and tubular parts of nephron. Glands ഇല്ലേ, എൻഡോക്രൈൻ ഗ്ലാൻഡ് ഒക്കെ. അതുപോലെ തന്നെ ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ. നെഫ്രോൺ എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ ബേസിക് സ്ട്രക്ചറിന് പറയുന്ന കിഡ്നീസ് ആർ മെയ്ഡപ്പ് ഓഫ് ബേസിക് യൂണിറ്റ്സ് കോൾഡ് നെഫ്രോൺസ്. ആ നെഫ്രോണിൽ നമ്മൾ ഫിസിയോളജിയിൽ പഠിക്കും, അതിൽ ട്യൂബ്യൂൾ പോലത്തെ സ്ട്രക്ചറൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കാണുന്നതാണ് എന്ത്, ഈ പറയുന്ന ക്യൂബോയിഡൽ എപ്പിത്തീലിയം. അപ്പോൾ ഈ ഭാഗങ്ങൾക്ക് രണ്ടുപേരുടെയും ഫങ്ഷൻ സെക്രീഷൻ അബ്സോർപ്ഷനാണ്. അതായത് ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ എന്താ? സെക്രീഷൻ അല്ലേ. എൻഡോക്രൈൻ ഗ്ലാൻഡ്, എൻസൈംസിനെയൊക്കെ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ്സ്, എക്സോക്രൈൻ ഗ്ലാൻഡ്, അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ ഗ്ലാൻഡ്സിൻ്റെ ഫങ്ഷൻ സെക്രീഷനാണ്. അതുപോലെ തന്നെ അബ്സോർപ്ഷൻ, ട്യൂബുലാർ അബ്സോർപ്ഷൻ. നെഫ്രോണിൽ ട്യൂബുലാർ അബ്സോർപ്ഷൻ കാണും, നമ്മൾ ഫിസിയോളജിയിൽ പഠിക്കും. അപ്പോൾ ഈ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെ മേജർ ഫങ്ഷൻ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആയിരിക്കും. ഓരോന്നിൻ്റെയും മേജർ ഫങ്ഷനൊക്കെ നോക്കി വയ്ക്കണം. ദെൻ എപ്പിത്തീലിയം ഓഫ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അതായത് നെഫ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൊമാൻസ് ക്യാപ്സുൾ. നെഫ്രോൺ ഇങ്ങനെ ഇരിക്കുന്നൊരു സ്ട്രക്ചറാണ്. ഇത് കണക്റ്റിംഗ് ഡക്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ നെഫ്രോണിന് ഇവിടെ ഒരു കൺവല്യൂഷൻ ഉണ്ട്, ഈ ഭാഗത്ത് ഒരു കൺവല്യൂഷൻ ഉണ്ട്, അതായത് ഇങ്ങനെ ചുരുണ്ടിരിക്കും. അപ്പോൾ ആ കൺവല്യൂട്ടഡ് ഭാഗത്തിന് പറയുന്ന പേരാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും. അപ്പോൾ ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൻ്റെ നെഫ്രോണിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൻ്റെ വാൾസ് ലൈൻ ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയത്തിൽ മൈക്രോവില്ലൈ ഉണ്ടാവും. വാട്ട് ഈസ് മൈക്രോവില്ലൈ? മൈക്രോവില്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് സെല്ലാണെങ്കിൽ സെല്ലിൻ്റെ സർഫസിൽ ഇങ്ങനെ കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതാണ് മൈക്രോവില്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? ഈ സെല്ലിനിരിക്കേണ്ട സ്ഥലം, ഇപ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ ഒരു സെല്ലാണെങ്കിൽ ഇത്രയും സ്ഥലം ഇതിനും വേണ്ടു, പക്ഷേ ഇതിൻ്റെ സർഫസ് ഏരിയ കൂടുതലായിരിക്കും. കാരണം ഇങ്ങനെ വില്ലയല്ലേ, അപ്പോൾ സർഫസ് ഏരിയ ഇതൊക്കെ കൂടുതലല്ലേ, സർഫസ് ഏരിയ കൂടുതലായിരിക്കും. അതാണ് മൈക്രോവില്ലയുടെ പ്രത്യേകത. അപ്പോൾ PCT യിലുള്ള എപ്പിത്തീലിയം മൈക്രോവില്ലയുള്ളവരായിരിക്കും. ബ്രഷ് ബോർഡേഡ് എപ്പിത്തീലിയം എന്നും പറയും. ഇങ്ങനെയുള്ള എപ്പിത്തീലിയത്തിന് പറയുന്ന ബ്രഷ് ബോർഡേഡ് എപ്പിത്തീലിയം, ഒരു ടൂത്ത് ബ്രഷ് പോലെയല്ലേ. നെക്സ്റ്റ് വൺ ആണ് കോളംനാർ എപ്പിത്തീലിയം. അതായത് ഏതിലെ ഡിവിഷനാണ്? സിമ്പിൾ എപ്പിത്തീലിയത്തിലെ തേർഡ് ഡിവിഷനാണ് കോളംനാർ എപ്പിത്തീലിയം. സിമ്പിൾ എപ്പിത്തീലിയത്തിൽ ആദ്യത്തത് സ്ക്വാമസ് എപ്പിത്തീലിയം. അതിങ്ങനെ ഫ്ലാറ്റൻ സെൽസ് ആണ്, ഇറഗുലർ ബൗണ്ടറീസ് ആയിരിക്കും, എയർ സാക്സ് ഓഫ് ലങ്സ്, ഡിഫ്യൂഷൻ നടക്കുന്ന ഭാഗങ്ങളിൽ കാണുന്നവരാണ് സ്ക്വാമസ് എപ്പിത്തീലിയം സാധാരണഗതിയിൽ. ബ്ലഡ് വെസൽസിലും ഉണ്ട്. ഇനി ക്യൂബോയിഡൽ എപ്പിത്തീലിയം, ആ പേര് പറയുന്ന പോലെ തന്നെ ക്യൂബാണ്, ക്യൂബ് ലൈക്ക് സെൽസ് ആണ്. ദിറ്റ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ ഡക്ട്സ് ഓഫ് ഗ്ലാൻഡ്സ് ആൻഡ് ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺസ്. അതായത് ചില ഗ്ലാൻഡുകളുടെ ഡക്റ്റ്, അതുപോലെ തന്നെ നെഫ്രോണിൻ്റെ ട്യൂബുലാർ പാർട്ടിലൊക്കെ കാണുന്നവരാണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. അതിൽ തന്നെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ നെഫ്രോണിൻ്റെ ഭാഗമാണ്. നെഫ്രോണിൻ്റെ ട്യൂബുലാർ പാർട്ട് എന്ന് പറഞ്ഞില്ലേ, അതാണ്.
അവിടെ കാണുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ക്യൂബ് ലൈക്ക് സെൽസിൽ ബ്രഷ് ബോർഡേഡ് എപ്പിത്തീലിയമാണ്, അല്ലെങ്കിൽ അവിടെ മൈക്രോവില്ല ഉണ്ടാവും ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ. ഇനി ക്യൂബോയിഡൽ എപ്പിത്തീലിയം കാണുന്ന പാർട്സിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് കോളംനാർ എപ്പിത്തീലിയം. കോളംനാർ എപ്പിത്തീലിയം ആ പേര് കേട്ടാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ ഇരിക്കുന്നത് നോക്കിയേ. കോളംസ് പോലെയല്ല ഇരിക്കുന്നത്, അതായത് ഈ കുറച്ച് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെൽസ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ. അതാണ് കോളംനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മിക്കവാറും താഴേക്ക് ഡിസെൻഡ് ചെയ്ത് മാറി നിൽക്കും, ബേസിലായിരിക്കും. അതായത് ഇങ്ങനെ ഇരിക്കും കോളംനാർ സെൽസ്. ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് അവരുടെ ന്യൂക്ലിയസ് ഇവിടെ ആയിരിക്കും കാണുന്നത്. അതാണ് കോളംനാർ സെൽസ് എന്ന് പറയുന്നത്. ഫ്രീ സർഫസ് മേ ഹാവ് മൈക്രോവില്ലെ. അപ്പോൾ ഇവരുടെ ഫ്രീ സർഫസിൽ മൈക്രോവില്ലെ ഉണ്ടാവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രീ സർഫസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കോളം പോലെ ഇരിക്കും. ഫ്രീ സർഫസിൽ മൈക്രോവില്ലെ ഉണ്ടാവാം, മേ ഹാവ് ആണ്. ഉണ്ടെങ്കിൽ അത് ബ്രഷ് ബോർഡേഡ് എപ്പിത്തീലിയം. ദർ ഫൗണ്ട് ഇൻ ദ ലൈനിങ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലുമാണ്. അപ്പോൾ അവിടെയും ഫംഗ്ഷൻ എന്തായിരിക്കും? സെക്രീഷൻ, അബ്സോർപ്ഷൻ. ആരുടെ ഫംഗ്ഷനും സെക്രീഷൻ അബ്സോർപ്ഷൻ ആയിരുന്നു? ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെ ഫംഗ്ഷനും സെക്രീഷൻ അബ്സോർപ്ഷൻ ആയിരുന്നു. അപ്പോൾ ക്യൂബോയിഡലിൻ്റെയും കോളംനാർ എപ്പിത്തീലിയത്തിൻ്റെയും ഫംഗ്ഷനാണ് എന്ത്? സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. നെക്സ്റ്റ് വൺ സീലിയേറ്റഡ് എപ്പിത്തീലിയം. സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ ഇഫ് ദ കോളംനാർ ഓർ ക്യൂബോയിഡൽ സെൽസ് ബെയർ സീലിയ, മൈക്രോവില്ലയല്ല സീലിയാണ്. അതായത് ഇപ്പം ഇത് കോളംനാർ എപ്പിത്തീലിയം. ഈ കോളംനാർ എപ്പിത്തീലിയത്തിൻ്റെ ഒരു അറ്റത്ത് സീലിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? അത് എന്തെങ്കിലും പാർട്ടിക്കിളിനെയോ അല്ലെങ്കിൽ മ്യൂക്കസിനെയോ ഒക്കെ സ്പെസിഫിക് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുക. അതായിരിക്കും ഇവരുടെ ഫംഗ്ഷൻ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നെയ്സൽ പാസേജിൽ എപ്പിത്തീലിയം സീലിയേറ്റഡ് എപ്പിത്തീലിയം ആയിരിക്കും. അപ്പോൾ ആ മ്യൂക്കസിൻ്റെ മൂവ്മെൻറ്റിന് ഒക്കെ സഹായിക്കുന്നതാണ് സീലിയേറ്റ്. ഈ സീലി ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ, സീലി ഇങ്ങനെ കണ്ടിന്യൂസ് ബീറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മ്യൂക്കസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ ബീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്, ആ ബീറ്റിങ്ങിൻ്റെ മൂവ്മെൻറ്റ് വഴി ഈ പാർട്ടിക്കിൾസും അല്ലെങ്കിൽ ഈ മ്യൂക്കസും മൂവ് ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ ഫംഗ്ഷൻ, സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ ഫംഗ്ഷൻ. ദേ ആർ മെയിൻലി പ്രസൻറ്റ് ഇൻ ദ ഇന്നർ സർഫസ് ഓഫ് ഹോളോ ഓർഗൻസ് ലൈക്ക് ബ്രോങ്കിയോൾസ് ആൻഡ് ഫെലോപ്പിൻ ട്യൂബ്. ഇവിടെയൊക്കെ മ്യൂക്കസ് ലെയർ ഉണ്ട്. അതുപോലെ തന്നെ അവിടെയൊക്കെ സീലിയേറ്റഡ് എപ്പിത്തീലിയമാണ്. ബ്രോങ്കിയോൾസിലും ഫെലോപ്പിയൻ ട്യൂബിലും. അപ്പോൾ ഫെലോപ്പിയൻ ട്യൂബിലിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് മൂവ് ചെയ്യാൻ, നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ്. ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒവിഡക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അണ്ഡവാഹിനി, ആ കുഴലില്ലേ, അതാണ് ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എഗ്ഗിൻ്റെ മൂവ്മെൻറ്റിനെയും ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ ബീറ്റിങ് സഹായിക്കുന്നുണ്ട്. സീലിയ ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഇനി ഫങ്ഷണൽ മോഡിഫിക്കേഷൻ ഓഫ് എപ്പിത്തീലിയം. ഇനി എപ്പിത്തീലിയത്തിൻ്റെ ഫങ്ഷണൽ മോഡിഫിക്കേഷനാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഈ പേജിൽ പറഞ്ഞത് ആനിമൽ ടിഷ്യൂസിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന പോലെ ഇറ്റ് കവേഴ്സ് സംതിങ്. ഏതെങ്കിലും അത് ഔട്ട്സൈഡ് ദ ബോഡി ആവാം. ഇപ്പോൾ സ്കിന്നിലൊക്കെ എപ്പിത്തീലിയമാണ് കാണുന്നത്. ഓർ ഇൻസൈഡ് ദ ബോഡി. ഇൻസൈഡ് ദ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്കവാറും ഏതെങ്കിലും ഫ്ലൂയിഡ്സ്, ബോഡി ഫ്ലൂയിഡ്സിനെ ഫേസ് ചെയ്തായിരിക്കും ഇരിക്കുക, ഏതെങ്കിലും ഇൻറ്റേർണൽ ഓർഗൻസിലെ ലൈൻ ചെയ്തുകൊണ്ട്. അതല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ബോഡി ആണെങ്കിൽ സ്കിൻ പോലുള്ള സ്ഥലങ്ങളിൽ. ദേ ആർ കോമ്പാക്ട്ലി പാക്ഡ് വിത്തൗട്ട് ഇൻറ്റർസെല്ലുലാർ മാട്രിക്സ്. വളരെ കോമ്പാക്ട്ലി പാക്ഡ് ആണ്. അതുപോലെ ഈ എപ്പിത്തീലിയൽ സെൽസിനെ തന്നെ നമ്പർ ഓഫ് ലെയേഴ്സ് അനുസരിച്ച്, ആ എപ്പിത്തീലിയം എത്ര ലെയർ ഉണ്ട് എന്നുള്ളതനുസരിച്ച് 2ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? സിമ്പിൾ എപ്പിത്തീലിയവും കോമ്പൗണ്ട് എപ്പിത്തീലിയവും. സിമ്പിൾ എപ്പിത്തീലിയം ആസ് എ നെയിം ഇൻഡിക്കേറ്റ്സ് ഇറ്റ് ഇസ് സിമ്പിൾ, ദാറ്റ് ഈസ് ഇറ്റ് ഇസ് സിംഗിൾ ലെയേർഡ്. ഒരു സിംഗിൾ ലെയർഡ് ആയിരിക്കും. അത് മിക്കവാറും ക്യാവിറ്റീസ്, ഡക്ട്സ്, ട്യൂബ്സ്, ഇൻറ്റേർണൽ ഓർഗൻസിനെ ലൈൻ ചെയ്യുന്ന പാർട്സിലൊക്കെയാണ് സിമ്പിൾ എപ്പിത്തീലിയം സാധാരണഗതിയിൽ വരിക. ഇനി ഈ സിമ്പിൾ എപ്പിത്തീലിയം തന്നെ ആ സെൽസിൻ്റെ ഷേപ്പ് അനുസരിച്ച് അഗെയിൻ ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 3, വിച്ച് ആർ ദേ സ്ക്വാമസ് എപ്പിത്തീലിയം, ദെൻ
ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് ദെൻ കോളംനാർ എപ്പിത്തീലിയം. സ്ക്വാമസ് എപ്പിത്തീലിയം ഫ്ലാറ്റൻഡ് സെല്ലായിരിക്കും. നമ്മുടെ വായയില്ലേ, വായയുടെ അകത്ത് ആ നമ്മുടെ കവിളിൻ്റെ ഉൾഭാഗം നമ്മൾ പതുക്കെ സ്കാൻ ചെയ്ത് നമുക്ക് സെൽസ് കിട്ടും. ആ സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. നമ്മൾ സെക്കൻഡ് ഇയറിൽ എന്താ പറയുക പ്രാക്ടിക്കൽ ചെയ്യും. ഫ്ലാറ്റൻ സെൽസ് ആണ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. അതായത് എല്ലാ സെല്ലിൻ്റെയും ഷേപ്പ് ഇങ്ങനെ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ബൗണ്ടറീസ് ഇറഗുലർ ആയിരിക്കും. അത് സാധാരണ കാണുന്നത് ബ്ലഡ് വെസൽസിൽ അല്ലെങ്കിൽ എയർ പാസേജ് ലങ്സിൻ്റെ എയർ സാക്സിലൊക്കെ. അപ്പോൾ അവരുടെ ഫങ്ഷൻ എന്തായിരിക്കും? ഡിഫ്യൂഷനാണ് അവരുടെ ഫങ്ഷൻ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ക്യൂബ് ലൈക്ക് സെൽസ് ആണ്. ബേസ്മെൻറ്റ് മെംബ്രെയിനിൽ കുറേ ക്യൂബ് ലൈക്ക് സെൽസ് ഉണ്ടാകും, ഒരു സിംഗിൾ ലെയർ ഓഫ് ക്യൂബ് ലൈക്ക് സെൽസ്. അത് സാധാരണ കാണുന്നത് ഗ്ലാൻസിൻ്റെ ഡക്സിൽ അല്ലെങ്കിൽ ഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലാൻഡ് അതിൻ്റെ സെക്രീഷൻ എന്താ പറയുക റിലീസ് ചെയ്യുന്നത് സെർട്ടൺ ട്യൂബ്യൂൾസ് വഴിയാണ്. ആ ട്യൂബ്യൂൾസിനെ പറയുന്ന പേരാണ് ഡക്റ്റ്. അല്ലെങ്കിൽ നെഫ്രോണിൻ്റെയൊക്കെ ട്യൂബുലർ പാർട്ടിൽ കാണുന്നതാണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെ ഫംഗ്ഷൻ അപ്പോൾ എന്തായിരിക്കും? സെക്രീഷൻ, അബ്സോർപ്ഷൻ. ഈ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷനാണ് ആരുടെയും ഫംഗ്ഷൻ? കോളംനാർ എപ്പിത്തീലിയത്തിൻ്റെയും ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണ്? ബേസ്മെൻറ്റ് മെംബ്രെയിനിൽ സെൽസ് ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെൽസാണ്. അതായത് കോളം ഷേപ്ഡ് സെൽസാണ്. ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും ന്യൂക്ലിയസ് ബേസിലുണ്ടാവും. ഓക്കെ, അവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ മ്യൂക്കസിനെയൊക്കെ ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ മൂവ് ചെയ്യാനായിരിക്കും അവരുടെ ഫംഗ്ഷൻ. അത് കാണുന്നത് ബ്രോങ്കിയോൾസ് അല്ലെങ്കിൽ ഫെലോപ്പിൻ ട്യൂബിലൊക്കെയാണ് ഈ പറയുന്ന ക്യൂബോയിഡൽ സീലിയേറ്റഡ് എപ്പിത്തീലിയം കാണുന്നത്. അപ്പോൾ ഇത്രയുമാണ് സിമ്പിൾ എപ്പിത്തീലിയത്തിൻ്റെ പല ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി ഈ എപ്പിത്തീലിയത്തിൻ്റെ ഫങ്ഷണൽ മോഡിഫിക്കേഷനാണ് പറയുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഫങ്ഷണൽ മോഡിഫിക്കേഷനാണ്.